ഹലോ നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ഷിജിന ഷാജി. യൂട്യൂബിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കാൽഷ്യം ഡെഫിഷ്യൻസിയെ പറ്റിയാണ്. നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്. കാൽഷ്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും പൊതുവായുള്ളൊരു ആരോഗ്യത്തിന് വളരെ അത്യാവശ്യം വേണ്ട ഒരു മൂലകമാണെന്ന്. എല്ലുകളുടെയും പല്ലുകളുടെയും മാത്രം ആരോഗ്യത്തിന് വേണ്ടി മാത്രമുള്ളതല്ല കാൽഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കാൽഷ്യം വളരെ അത്യാവശ്യമാണ്. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ് കാൽഷ്യം ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കിത് ഈ വീഡിയോയിലൂടെ വിശദമായിട്ട് നോക്കാം. കാൽഷ്യം ശരിയായ രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്താൻ സാധിക്കത്തുള്ളൂ. കാൽഷ്യം ശരിയായ അളവിൽ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മസിലുകളുടെ ശരിയായിട്ടുള്ള സങ്കോചത്തിനും വികാസത്തിനും പ്രവർത്തനത്തിനും കാൽഷ്യം വളരെ അത്യാവശ്യമാണ്. അതുമാത്രമല്ല നമ്മുടെ ഹൃദയത്തിൻ്റെ പേശികളുടെ പ്രവർത്തനത്തിനും ശരിയായ പ്രവർത്തനത്തിനും നമ്മുടെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്ത് നിർത്തുന്നതിനും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും നമ്മുടെ ചർമ്മ ആരോഗ്യത്തിനും എല്ലാം കാൽഷ്യം വളരെ അത്യാവശ്യം വേണ്ട ഒരു മൂലകമാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന 99% കാൽഷ്യം നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അതിൻ്റെ വളർച്ചയ്ക്കും ഉറപ്പിനും വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ബാക്കി 1% നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനാണെങ്കിലും നമ്മുടെ ബ്രെയിൻ സെൽസിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻ നടക്കുന്നതിന് വേണ്ടിയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ട ഒരു ആരോഗ്യ പ്രശ്നമാണ്. സാധാരണഗതിയിൽ ആരോഗ്യമുള്ള ഒരാളുടെ ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 8.5 to 10.2 മില്ലിഗ്രാമാണ് കാൽഷ്യത്തിൻ്റെ നോർമൽ അളവെന്ന് പറയുന്നത്. കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത് അമിതമായ ക്ഷീണവും തളർച്ചയാണ്. ഇത് മാത്രമല്ല, നമുക്ക് മുടി ധാരാളമായി കൊഴിഞ്ഞു പോവുക, പെട്ടെന്നൊരു ദിവസം നമുക്ക് അമിതമായ മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുക, അത് കുറച്ച് കാലത്തേക്ക് മറ്റ് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ ചെയ്തിട്ടും ഈ മുടി കൊഴിച്ചിലിനൊരു പരിഹാരമില്ലാതെ ഇത് തുടർച്ചയായി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും സ്കിന്നിന് പൊതുവെ ഒരു ഡ്രൈനെസ് അനുഭവപ്പെടുക, നമുക്ക് രാത്രി ഉറക്കക്കുറവ് അനുഭവപ്പെടുക, നമ്മളിപ്പോൾ ഉറങ്ങാൻ കിടന്നാൽ തന്നെ നമുക്കൊരു ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്, നല്ല രീതിയിൽ നമുക്ക് ഉറക്കം ഉണർന്ന് പൂർണ്ണമായി ഉറങ്ങാൻ സാധിക്കാത്തൊരവസ്ഥ, പ്രത്യേകിച്ച് നമുക്ക് യാതൊരു തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളും ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും നമുക്ക് വല്ലാത്തൊരു വിഷാദം അനുഭവപ്പെടുക, നമുക്ക് ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളുണ്ടാവുക, ഇതെല്ലാം കാൽഷ്യം കുറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. നമുക്ക് ഓർമ്മക്കുറവ് അനുഭവപ്പെടുക, നമുക്ക് ഒരു കാര്യത്തിനോടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുക, നമുക്ക് ഹാലുസിനേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് അനുഭവപ്പെടുക, നമ്മൾ കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നത് പോലെ തോന്നുക, നമ്മൾ കാണാത്ത കാര്യങ്ങൾ നമുക്ക് കണ്ടു എന്ന് അനുഭവപ്പെടുന്നത് പോലെ തോന്നുക, ഇതെല്ലാം കാൽസ്യം കുറയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതുകൂടാതെ നമ്മുടെ നഖം വിണ്ട് കീറുന്നത് പോലെയും പൊട്ടിപ്പോകുന്നത് പോലെയും അനുഭവപ്പെടുക, നഖത്തിലെല്ലാം വെള്ളപ്പുള്ളികൾ പ്രത്യക്ഷപ്പെടുക, നമ്മുടെ പല്ലുകൾ തേഞ്ഞു പോവുക, പെട്ടെന്ന് പൊട്ടിപ്പോവുക, ഇടയ്ക്കിടയ്ക്ക് കേടാകുന്നത് പോലെ തോന്നുക, പലതരത്തിലുള്ള മോണരോഗങ്ങൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് അനുഭവപ്പെടുക, ഇതെല്ലാം നമുക്ക് കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടെന്ന് നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന ലക്ഷണങ്ങളാണ്. ഇതുകൂടാതെ നമുക്ക് നമ്മുടെ പേശികൾക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മസിൽ കയറുന്നത് പോലെ അനുഭവപ്പെടുക, കോച്ചി പിടിക്കുന്നത് പോലെ തോന്നുക, നടുവിലൊക്കെ മസിൽ വെട്ടുന്നത് പോലെ ഒരു അവസ്ഥ ഉണ്ടാവുക, നമ്മുടെ മുഖത്തെയും നമ്മുടെ ചുണ്ടിലെയൊക്കെ മസിലിനൊരു ഇലക്ട്രിക് സെൻസേഷൻ പോലെ പൾസ് ചെയ്യുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുഖത്തെയും ചുണ്ടിലെയും ഒക്കെ മസിലുകൾ ഇങ്ങനെ വിറയ്ക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുക, അസ്ഥികൾക്കും സന്ധികൾക്കും പേശികൾക്കും ഒക്കെ ഒരു വലിവും വേദനയും അനുഭവപ്പെടുക, നമുക്ക് മുട്ടിൻ്റെ അകത്തു നിന്നൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വേദനയും അനുഭവപ്പെടുക, മുട്ടിൻ്റെ അകത്തു നിന്നൊക്കെ ഒരു തേയ്മാനത്തിൻ്റെ ലക്ഷണമായിട്ടുള്ള ഒരു ക്രാക്കിംഗ് ആയിട്ടുള്ള ഒരു സൗണ്ട് നമുക്ക് കൈവച്ച് നോക്കിയാൽ തന്നെ കേൾക്കുന്നത് പോലെ തോന്നുക, നമുക്ക് സ്റ്റെപ്പൊക്കെ കയറുമ്പോഴെല്ലാം നമുക്കിത് അനുഭവപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകുക. ഇനി കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും ഈ പറയുന്ന പോലെ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകാറുണ്ട്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവർ ഓടിക്കളിച്ചിട്ടൊക്കെ വരുമ്പോൾ എസ്പെഷ്യലി അവരുടെ മുട്ട് തൊട്ട് മുട്ടിന് താഴോട്ട് വേദന അനുഭവപ്പെടുക, ഇതെല്ലാം നമുക്ക് ഈ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. കാൽഷ്യം ഡെഫിഷ്യൻസി സ്ത്രീകൾക്ക് അവരുടെ മാസമുറ നിന്നതിന് ശേഷം, അവരുടെ മെനോപോസ് ആയതിനു ശേഷം, അതായത് ഒരു 48 വയസ്സിനൊക്കെ ശേഷം സ്ത്രീകളിൽ ഇത് വളരെ കൂടുതലായിട്ട് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മെനോപോസ് ആയതിനു ശേഷം അവരുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് ഗണ്യമായ രീതിയിൽ കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ കാൽഷ്യത്തിൻ്റെ ആഗീകരണം ശരീരത്തിൽ കുറയുകയും അതുകൊണ്ട് തന്നെ അവർ ബോൺ വളരെ തിന്നാകുന്ന ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുകയും ഇത് പലതരത്തിലുള്ള ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യാറുണ്ട്.
കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ കുറയുന്നതിനുള്ള ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ കൂടിയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിനോ നമ്മുടെ തൈറോയിഡിൻ്റെ അടുത്തുള്ള പാരാതൈറോയ്ഡ് ഗ്ലാൻഡിനോ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽഷ്യം നിങ്ങളുടെ ശരീരത്തിൽ കുറവായിരിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിലും നമുക്ക് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നമ്മുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ നടക്കണമെന്നില്ല. ഇതുകൂടാതെ കിഡ്നി സംബന്ധമായ രോഗമുള്ളവരിലും കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നത് വളരെ കുറവായിരിക്കാം. ഇതുകൂടാതെ പാൻക്രിയാറ്റിസ് പോലുള്ള അസുഖമുള്ളവരിൽ കുറേ കാലമായിട്ട് സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്നവരിൽ സ്റ്റിറോയിഡിൻ്റെ മരുന്നുകൾ ഉള്ളിൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ സ്റ്റിറോയിഡിൻ്റെ മരുന്നുകൾ കഴിക്കുന്നവർക്കും ഈ പറയുന്നത് പോലെ കാൽഷ്യം ഡെഫിഷ്യൻസി കാണുന്നത് വളരെ സാധാരണഗതിയാണ്. ഇതുകൂടാതെ ചായയുടെയും കാപ്പിയുടെയും അമിതമായ ഉപയോഗം, എസ്പെഷ്യലി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനോടൊപ്പം തന്നെ ചായയും കാപ്പിയും നമ്മൾ കഴിക്കുന്നവരിലും നമുക്ക് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാണാറുണ്ട്. കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് പ്രോപ്പറായിട്ട് കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാറില്ല. ഇതുപോലെ തന്നെ ഈ കൊക്കക്കോള പോലുള്ള, അതായത് കാർബണേറ്റഡ് ഡ്രിങ്ക്സിൻ്റെ അമിതമായ ഉപയോഗമുള്ളവരിലും ക്രോണിക്കായിട്ട് ടൊബാക്കോ യൂസ് ചെയ്യുന്നവർ, അത് ഇപ്പോൾ സ്മോക്ക് ചെയ്യണമെന്ന് തന്നെയില്ല, വേറെ ഏതെങ്കിലും ഫോമിൽ ടൊബാക്കോ കഴിക്കുന്നവരിലും കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാണാറുണ്ട്. ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്കും കാൽഷ്യത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയാറുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ അവർക്ക് പാലിനോടുള്ള അലർജിയാണ് അതിന് കാര്യം. ഇതുകൂടാതെ ഈസ്ട്രജൻ കുറഞ്ഞ അളവ്, ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമുള്ള സ്ത്രീകൾക്കും ഈ PCOD പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരിലും കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങൾ കഴിക്കുന്ന ഫുഡ് നിങ്ങളുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യാത്ത അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ IBS പോലുള്ള ഇറിറ്റബിൾ ബൗവൽ സിൻഡ്രോം ഉള്ളവരിൽ, സീലിയാക് ഡിസീസ് ഉള്ളവരിലൊക്കെ നിങ്ങൾക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് വളരെ സാധാരണയാണ്. ഇനി നമുക്ക് പൊതുവേ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിനി പൊതുവേ നമുക്ക് കാൽഷ്യത്തിനെ എങ്ങനെ കൂട്ടി നിർത്താമെന്ന് നോക്കാം. നമുക്ക് കാൽഷ്യത്തിൻ്റെ ഏറ്റവും വലിയ സോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളാണ്. അപ്പം കാൽഷ്യത്തിന് ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് പാലും പാലുൽപ്പന്നങ്ങളുമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൻ്റെ അകത്തുള്ള നമുക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി കിട്ടുന്ന ചീര ഉൾപ്പെടെയുള്ള മിക്ക ഗ്രീൻ ലീഫി വെജിറ്റബിൾസും, അത് ലെറ്റ്യൂസ് പോലൊക്കെയുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ കാൽഷ്യം വളരെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഫ്രൂട്ട്സായ കിവി, ആപ്രിക്കോട്ട്, ഓറഞ്ച്, പലതരത്തിലുള്ള ബെറീസ്, സ്ട്രോബെറി, ബ്ലൂബെറി പോലുള്ള പലതരത്തിലുള്ള ബെറീസിൽ എല്ലാം കാൽഷ്യം വളരെയധികം അടങ്ങിയിട്ടുണ്ട്. നമുക്ക് ബദാമിൽ ആവശ്യത്തിന് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. സോയാ മിൽക്കിൻ്റെ അകത്തും സോയാ സീഡ്സിൻ്റെ അകത്തും എല്ലാം, പയറിൻ്റെ അകത്തും എല്ലാം കാൽഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള പയറുവർഗ്ഗത്തിൻ്റെ അകത്തും ആവശ്യത്തിന് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. എല്ലിലും ആവശ്യത്തിന് കാൽഷ്യമുണ്ട്. ഇതുകൂടാതെ കാൽഷ്യം വളരെയധികം അടങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ് മത്സ്യങ്ങൾ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള മത്സ്യങ്ങൾ, അത് എസ്പെഷ്യലി ചെറിയ മത്സ്യങ്ങൾ, നത്തോലി, കൊഴുവ അല്ലെങ്കിൽ മത്തി പോലുള്ള ചെറിയ മത്സ്യങ്ങളിലെല്ലാം ധാരാളമായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്നുമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അടുത്തുള്ള ഒരു ഡോക്ടറിനെ കണ്ട് വൈറ്റമിൻ ഡിയോ സീറം കാൽഷ്യം ഒക്കെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് സപ്ലിമെൻറ്റ്സ് കഴിക്കാവുന്നതാണ്. നിങ്ങൾ ഒരിക്കലും കാൽസ്യത്തിൻ്റെ ഒന്നും സപ്ലിമെൻറ്റ്സ് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശമില്ലാതെ, ഒരു ഡോക്ടറിനെ പോയി കണ്ട് കൺസൾട്ട് ചെയ്യാതെ നിങ്ങൾ പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ച് കഴിക്കരുത്. കാൽസ്യമൊക്കെ കുറയുന്നത് പോലെ തന്നെ അപകടമാണ് കാൽസ്യത്തിൻ്റെ അമിതമായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതും, നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളിലൊക്കെ കാൽസ്യഫിക്കേഷൻ ഉണ്ടാകുന്നതും അതുകൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനൊക്കെ വളരെ കാരണമാകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നമസ്കാരം.